ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാവ് തന്നെയാണ് കൂടുതൽ മക്കൾക്ക് വേണ്ടി ആർഗ്യുമെന്റ് നടത്തുക. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആദ്യം നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒന്ന് വീണ് ഒരഞ്ഞു പൊട്ടി കമ്മ്യൂണിസ്റ്റ് വെച്ച നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇറ്റിച്ചു തരുന്ന നമ്മളെ ആദ്യമായിട്ട് ചികിത്സിച്ച ഡോക്ടർ നമ്മുടെ അമ്മയാണ്. നമ്മുടെ പൊട്ടിപ്പോയ കളിപ്പാട്ടം ശരിയാക്കി തന്ന ആദ്യത്തെ എഞ്ചിനീയർ മാതാവ് തന്നെയാണ്. ആദ്യമായിട്ട് നമുക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന അക്ഷരസ്ഫുടതയോടുകൂടി കാര്യങ്ങൾ ഇത് പറയണം, ഇതാണ് അധ്യാപിക. നമുക്ക് വേണ്ടി പിതാവിനോട് നിരന്തരം വാദിച്ച് വക്കീല്, അങ്ങനെ ഒരുപാട് നിലകളിൽ അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മുടെ കഴിവുകേടും എന്താണ് നമുക്ക് കൂടുതൽ വേദനകൾ ഉണ്ടാക്കുന്നത്, എന്താണ് നമുക്ക് കൂടുതൽ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, എല്ലാം ഒരു പരിധിവരെ മാതാവിനറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ വഴക്ക് പറയും. പിതാവ് പറഞ്ഞാൽ പോലും ആ അമ്മയ്ക്ക് സഹിക്കില്ല. വേറെ ആര് പറഞ്ഞാലും ആ മക്കൾക്ക് വേണ്ടി ഒരു ലോകത്തോട് മുഴുവനും യുദ്ധം ചെയ്യും. മക്കൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക്. പക്ഷെ ആ മക്കളെ മറ്റുള്ളവര് എന്തെങ്കിലും പറയുന്നത് കാണാനോ കേൾക്കാനോ ഒരു അമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. പക്ഷേ ഏതു മക്കളെക്കുറിച്ച് ആര് പറഞ്ഞാലും ശരി, അവരുടെ മക്കളെക്കുറിച്ച് പറയാൻ 9 പേര് വേറെ ഉണ്ടാകും. നമ്മൾ പ്രതികാരം ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മളെല്ലാവരും വായിച്ചതാണ്, കണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന കോടതി വിധി വന്നതിന് പിന്നാലെ ആദ്യത്തെ പ്രതികരണവുമായി സഞ്ജയുടെ മാതാവാണ് രംഗത്ത് വരുന്നത്. ഏതൊരമ്മയും മക്കളെ താലോലിച്ച് ഉമ്മ കൊടുത്ത് നെഞ്ചോട് അടുക്കി പിടിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക് ഇതിനൊക്കെ പ്രാധാന്യം നൽകി അവർ വളർന്ന് വലുതാകണം, അല്ലേ? അച്ഛനേക്കാൾ കേമനാകണം, അക്ഷരം പഠിച്ച് നീ എത്രയോ വലുതാകണം, അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്നലെയാണ് സഞ്ജയ് റോയി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നത്. പ്രതിയുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കാനിരിക്കുമ്പോഴാണ് മാതാവ് മാലതി റോയിയുടെ ഉഗ്ര പ്രതികരണം. 3 പെൺകുട്ടികളുടെ അമ്മയായ തനിക്ക് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയും എന്നായിരുന്നു ഈ അമ്മയുടെ ആദ്യത്തെ പ്രതികരണം. യഥാർത്ഥത്തിൽ പച്ചയായ ഒരു അമ്മയായി മാറിയ ആ സ്ത്രീ. അതുകൊണ്ടാണ് സ്വന്തം മകനാണ് എതിരാളിയാണ് എന്നറിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ വേദനയിലും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വേദനയും മനസ്സിലാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്നത്. പ്രതിയായ തൻ്റെ മകൻ ശിക്ഷ അർഹിക്കുന്നു എന്നും എന്ത് തന്നെയാണെങ്കിലും ശരി അത് ഏറ്റുവാങ്ങട്ടെ എന്നും തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ഞാനതിനെ സ്വാഗതം ചെയ്യുമെന്നുമായിരുന്നു അമ്മയുടെ പ്രതികരണം. കാരണം ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഭൂമിയിൽ പാടില്ല. ഇത്രയും നികൃഷ്ടന്മാരും നീചന്മാരുമായിട്ടുള്ള ആളുകൾ എന്തിനാണ് തൻ്റെ മകനാണെങ്കിൽ പോലും, കാരണം അതുപോലെയുള്ള 3 പെൺമക്കളുള്ള വീട്ടിലേക്കാണ് ഇനി ഇവൻ തിരിച്ചും വരേണ്ടത്. രക്ഷപ്പെട്ടാലും എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് തൂക്കിക്കൊല്ലാനാണ് കോടതി വിധിക്കുന്നതെങ്കിലും ശരി, ആ വിധി സന്തോഷത്തോടുകൂടി താൻ സ്വീകരിക്കുമെന്നൊരമ്മ. സഞ്ജയ് റോയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് സഹോദരി സബിതയും അഭിപ്രായപ്പെട്ടു. സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായതിനു ശേഷം ഒരിക്കൽ പോലും മാതാവോ സഹോദരിമാരോ അയാളെ കാണാൻ ജയിലിലേക്ക് എത്തിയിരുന്നില്ല. നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിക്രൂരമായ കൊലപാതക കുറ്റത്തിന് പ്രതിക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ശിക്ഷയായി ലഭിച്ചേക്കാം എന്നാണ് വിധി വിശദീകരിച്ചുകൊണ്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി വ്യക്തമാക്കിയത്. രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ, മനുഷ്യ മനസാക്ഷിയെ മുഴുവനും ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഡോക്ടർമാരുടെ വ്യാപകമായ പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറിയിരുന്നു.
2024 ഓഗസ്റ്റ് 9 RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ട്രെയിനി ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി 11 മണിക്ക് ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു. തുടർന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ഇയാൾ ആശുപത്രിയിൽ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ 40 മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തു പോകുന്നത് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതി അതിക്രമം തടഞ്ഞ ട്രെയിനി ഡോക്ടറെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു കാശ്മീരിലും. വലിയ രൂപത്തിൽ കലാപം ആസൂത്രണം ചെയ്ത് ഒരുപാട് നിരപരാധികളുടെ ജീവൻ എടുത്ത മക്കളുടെ മുഖം പോലും കാണണ്ട എന്ന് ഉമ്മമാര് പറഞ്ഞു. അവരുടെ മുഖം അവസാനമായി ഒന്ന് കാണണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എന്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും അവന്റെ ജീവൻ പോലെ തന്നെ മഹത്തരമാണ് മറ്റുള്ളവരുടെ ജീവൻ എന്ന് ധരിക്കുകയും ചെയ്യാത്ത അവന്റെ മുഖം അവസാനമായി എനിക്കൊരു നോക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുടെ കൂടി നാടാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കോയമ്പത്തൂരിലെ ജമീഷ മുബിൻ എന്ന 22കാരൻ സംഘമേശ്വര ക്ഷേത്രത്തില് കാർ ഓടിച്ച് കയറ്റിയ സംഭവം അധികമാരും മറക്കാനിടയില്ല. കഴിഞ്ഞ വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള വർഷത്തെ ദീപാവലി ദിനത്തില് ഈ ജമീഷ മുബിൻ എന്ന 22കാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ബിടെക്കുകാരനാണ്. ഇയാൾ വീട്ടിൽ വരും. ബധിരയും ഊമയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ വിവാഹം കഴിച്ചത്. ആ പെണ്ണുമായിട്ട് മിണ്ടാറില്ല, സംസാരിക്കാറില്ല. അവൻ വേറൊരു മുറിയിൽ. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, വീട്ടിൽ ആരുമായും യാതൊരു സമ്പർക്കവുമില്ല. അത്യാവശ്യ ചില സന്ദർഭങ്ങളിൽ മാത്രം വീടിന് പുറത്തു പോകും. എന്തൊക്കെയോ സാധനങ്ങളുമായി വരും. മുറിക്കകത്ത് മുറി അടച്ചിട്ടിരുന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കും. സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുമായിരുന്നു ഒരു കാറ് നിറയെ. അങ്ങനെ ചാക്കിനകത്ത് ഈ സ്ഫോടക വസ്തുക്കളെല്ലാം നിറച്ച് ദീപാവലിയുടെ തലേ ദിവസം കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചു. എന്നെ ഒന്ന് സഹായിക്കണം, ഞാനൊരു വലിയ യാത്ര പോകുവാണ്. നാളെ ഇതേ സമയം ഞാൻ ഹൂറികളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും എന്ന് 22കാരൻ സുഹൃത്തുക്കളോട് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞു, ഇപ്പൊ വരാൻ മൂടില്ല, നീ ആദ്യം പോയിക്കോ, ഞങ്ങൾ പിന്നാലെ വന്നോളാം. 5 കൂട്ടുകാര്. ഇതൊക്കെ കഴിഞ്ഞു. ഇവൻ പൊട്ടിത്തെറിച്ചു. ഇരുമ്പ് നിക്കട്ടത് കൊണ്ട് കല്യാണ സാധനവും ചിന്ന ഭിന്നമായി. ശരി. അപ്പോൾ അന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്കൊരു മാതാവിന്റെ കോള് വരുന്നു. സർ, ഞാൻ ആ പൊട്ടിത്തെറിച്ച ജമീഷ മുബിൻ എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ, ആ പയ്യനെ എനിക്കറിയാം. ആ പയ്യനെ സഹായിക്കാൻ പോയത് എൻ്റെ 2 ഇരട്ട മക്കളാണ്. രാത്രി നേരം പുലരുവോളം എന്തൊക്കെയോ ചാക്കിനകത്ത് കെട്ടി കാറിനകത്ത് വയ്ക്കാൻ എൻ്റെ മക്കള് സഹായിച്ചിരുന്നു അവരെ. എൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ എൻ്റെ മക്കൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ സർ, എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലുണ്ട്, വന്ന് പിടിച്ചുകൊണ്ട് പോകണം. ഒരു ഉമ്മയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉമ്മമാരുടെ കൂടി നാടാണിത്. ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം മനുഷ്യന്മാരോട് മനുഷ്യരെ പോലെ പെരുമാറാത്ത, മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ സാധിക്കാത്ത, മറ്റുള്ളവരുടെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാൻ സാധിക്കാത്ത ഇത്തരക്കാർക്ക് നിയമം അനുശാസിക്കും വിധം ശിക്ഷ വിധിക്കേണ്ടുന്ന കോടതി അത് സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത്തരക്കാർ ഭൂമിക്ക് തന്നെ വലിയ രൂപത്തിൽ ഭാരമാണെന്നേ. നന്ദി.